വിദേശ പ്രഭാഷകയ്ക്ക് 20,000 രൂപയ്ക്ക് പകരം $20,000 നൽകിയ സംഭവത്തിൽ നഷ്ടപ്പെട്ട പണം അധ്യാപകനിൽ നിന്നും ഈടാക്കാൻ നിർദ്ദേശം. ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഗിരീഷ് കുമാറിൽ നിന്നും പണം ഈടാക്കാനാണ് കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ നിർദ്ദേശം നൽകിയത്. 16,50,000 രൂപയാണ് അധ്യാപകനിൽ നിന്നും ഇനി ഈടാക്കുക. ഓൺലൈനായി പ്രഭാഷണം നടത്തുന്നതിനുള്ള പ്രതിഫലം നൽകുമ്പോഴാണ് ഇദ്ദേഹത്തിന് തുക മാറിപ്പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്തായാലും നിർണായകമായൊരു സംഭവം തന്നെയാണ് ഇത്. ഇനി എന്താകും ഇനിയുള്ള നടപടികൾ? വിഷ്ണു, 2023 നടന്നൊരു സംഭവമാണ്. അന്നത്തെ വേനലവധി സമയത്ത് നടന്ന ഒരു ക്ലാസ്. ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടത് ഓൺലൈനിലൂടെയായിരുന്നു ഒരു പ്രഭാഷണം നടത്തിയത്. ലാറ്റിൻ അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് സംഘടിപ്പിച്ചത്. അതിൽ ഒരു വിദേശ പൗര അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഓൺലൈനായിട്ടാണ് അവർ പ്രഭാഷണം അവതരിപ്പിച്ചത്. ഇവർക്ക് നൽകിയ തുക, അതായത് ആ ക്ലാസ് എടുത്തതുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രഭാഷണത്തിൻ്റെ തുക നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ചെറിയ ചില മാറ്റങ്ങൾ സംഭവിച്ചത്. അത് വലിയ തുക അക്കൗണ്ടിൽ നിന്ന് പോകാൻ ഇടയാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളടക്കം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇപ്പോൾ കൃത്യമായ നടപടി ഇപ്പോൾ സർവകലാശാല സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് നേതൃത്വം നൽകിയ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, ലാറ്റിൻ അമേരിക്കൻ വകുപ്പ് ഡയറക്ടറും ഒപ്പം തന്നെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഹെഡുമായിട്ടുള്ള ഗിരീഷ് കുമാറിൽ നിന്ന് തുക ഈടാക്കാനാണ് ഇപ്പോൾ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 16,51,500 രൂപ ഈ അധ്യാപകനിൽ നിന്ന് ഈടാക്കണമെന്നുള്ളതാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇപ്പോൾ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ ഇത് സംബന്ധിച്ച് ഉത്തരവ് കൂടി ഇപ്പോൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തതാണ്. 20,000 ഇന്ത്യൻ രൂപയായിരുന്നു ഈ വിദേശ പൗരയ്ക്ക് നൽകേണ്ടത്. പക്ഷേ നൽകിയ തുകയാവട്ടെ $20,000 ആയിപ്പോയി. അത് വലിയ രീതിയിലുള്ള ഗുരുതര ക്രമക്കേടാണ് അല്ലെങ്കിൽ വീഴ്ചയാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടും അത് സർവകലാശാലയോ അതുമായി ബന്ധപ്പെട്ട അധികൃതരെയോ VC അടക്കമുള്ളവരെ അറിയിക്കാൻ ഇദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 7 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് സർവകലാശാല കണ്ടെത്തുകയും സർവകലാശാല ഓംബുഡ്സ്മാൻ അടക്കമുള്ളവർ നടത്തിയ പരിശോധനയിലാണ് ഈ വീഴ്ച കണ്ടെത്തുകയും അതിൽ ഗുരുതരമായിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 2023 ജൂലൈ 2-ന് ഈ വീഴ്ച കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള പരിശോധനയിൽ ഈ തുക ഇപ്പോൾ അധ്യാപകനിൽ നിന്ന് ഈടാക്കാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ഈ വീഴ്ച സംഭവിച്ചപ്പോൾ തന്നെ അത് കൃത്യമായി സർവകലാശാലയോ ബാങ്കിനെ അറിയിച്ചിരുന്നെങ്കിൽ ആ പണം തിരികെ പിടിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ബാങ്ക് അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യവും ഈ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലും ഇത്ര വൈകി ഇത് അറിയിപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതിലൊരു കൃത്യമായ നടപടി ഇപ്പോൾ സർവകലാശാല എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും 16,00,000-ലധികം രൂപ ഈ അധ്യാപകനിൽ നിന്ന് ഈ ഒരു ചെറിയ ക്രമക്കേടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അശ്രദ്ധയുടെ ഭാഗമായിട്ട് സംഭവിച്ച ആ ഒരു പ്രശ്നത്തിൽ ഈടാക്കാനാണ് ഇപ്പോൾ സർവകലാശാല തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഗുരുതരമായ ഒരു ക്രമക്കേട് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് VC.